ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ കർപ്പ് സാർ. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എലോൺ മസ്കിൻ്റെ ഒരുപാട് പരിപാടികളെ പറ്റി ഞാൻ മുമ്പത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഒരു എത്തിസ്റ്റായി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ കണ്ടുടങ്ങാൻ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നൊരു വലിയൊരു ഇതാണ്. കാരണം ഫ്യൂച്ചറിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മിസ്സാകും. അതുകൊണ്ട് ഇത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കുക. ഓക്കെ, കാരണം ഈ വീഡിയോയ്ക്ക് ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഫ്യൂച്ചർ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കാണുന്നവർ ലക്കുള്ളതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ലക്കുള്ള ഒരാളാണെന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കാരണം അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ മാറി മറിഞ്ഞൊക്കെ പോകുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തോന്നാണ്, എലോൺ മസ്ക് ലോകം ഭരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോഴത് ഉറച്ച് നിൽക്കുകയാണ്. എലോൺ മസ്ക് തന്നെയാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്ന കാര്യത്തിൽ. ഇനി ആരെന്തോന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാൻ പോണില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ല് കിടന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഫ്യൂച്ചറിസ്റ്റിക് ഇപ്പോൾ പല സിംബോളിസവും കൊടുക്കുന്നുണ്ട്. ഈ ജ്യോതിഷവും ആസ്ട്രോളജിയും അല്ലെങ്കിൽ തന്നെ ഈ പറയണ പോലെ മതത്തിലുള്ള ക്യാരക്ടേഴ്സ്, അത് യേശു ആയാലും മുസ്ലിമിലെ അള്ളാഹു ആയാലും അങ്ങനെ പല ആൾക്കാരും, മനസ്സിലായില്ലേ? ക്രിസ്ത്യൻസിൽ യേശു, മുസ്ലിംസ് അള്ളാഹു, അങ്ങനെ ആരൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഹിന്ദുക്കളിൽ പല ദൈവങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെ പോയി നമ്മൾ നോക്കിയാലും ഇവിടെ ജ്യോതിഷവുമായിട്ടൊരു കണക്ഷനുണ്ട്. ജ്യോതിഷവും മതവും തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു ഇതാണ് നമ്മുടെ ഈ മതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മതം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന്. കാരണം അന്നത്തെ ആൾക്കാർ ഫ്യൂച്ചറിനെ പറ്റി ഇത്രയും ക്ലിയറായി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ വാൽമീകി ഉള്ള സമയത്ത് തന്നെ, അതിന് മുമ്പേ തന്നെ നമുക്ക് വാൽമീകി ഉള്ള സമയത്ത് അതിന് മുമ്പേ തന്നെ എന്തോ തോന്നിയിട്ടുണ്ട്, നമുക്ക് ഈ കലിയുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്ന ഇപ്പോഴത്തെ യുഗത്തെ കഴിഞ്ഞാൽ കലിയുഗം എന്ന് പറഞ്ഞാൽ ഈ യുഗത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ബുക്കുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വരുന്നതെന്ന്. കാരണം അന്നത്തെ ആൾക്കാരുടെ വ്യവസ്ഥ നിങ്ങൾ ചിന്തിച്ചു പോകുക. കാരണം അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആത്മീയമായുള്ള ആൾക്കാരാണ്. കാരണം ഇവിടെ തലച്ചോറ് തിങ്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാറുണ്ട്. കാരണം ടെക്നോളജി കൂടുന്തോറും മനുഷ്യൻ്റെ തിങ്കിങ് അനലിറ്റിക്സ് കുറയുന്നതായിരിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അവരുടെ ചിന്ത അങ്ങനെ പോകത്തില്ല. പക്ഷേ ആത്മീയമായിട്ട് അന്നത്തെ ആൾക്കാർ കൂടുതലായിരുന്നു, പണ്ടത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങൾക്ക് അത്രയും പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആത്മീയമായ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഇവിടെ ചിന്തിച്ച് കൂട്ടിയ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ ഭൂമിയെ പറ്റിയുള്ള കൃത്യമായ അനലിറ്റിക്സ് ഇതെല്ലാം, കാരണം അത്രയും ഒബ്സർവേഷൻ, ഈ ഭൂമിയെ പറ്റിയുള്ള അത്രയും ഒബ്സർവേഷൻ, ഡീപ്പ് തിങ്കിങ്ങുമാണ് അവർക്ക് ഇതുപോലത്തെ ഈ ഫ്യൂച്ചറിസ്റ്റിക്കൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള കാരണം. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. കാരണം അതാണ് സംഭവം. ഇപ്പം നമുക്ക് ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ചിന്തിക്കാൻ പോകത്തില്ല, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പോകത്തില്ല. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളിതാ ഇപ്പോൾ 2026 മനസ്സിലായില്ലേ, ഇനി 25 കഴിഞ്ഞ് 26 പോകുന്നു. ഓക്കെ, ഈ നിമിഷവും ഇത്രയും ഹൈ ടെക്നോളജി നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി? മനുഷ്യ ചിന്തകൾ കൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് വീഡിയോട്ട് പോവാം. നമുക്ക് ആസ്ട്രോളജിയിലുമായി ബന്ധപ്പെട്ടാണ് ഈ ഹിന്ദു മിത്തോളജി ആയാലും എല്ലാ മതങ്ങളിലും ദൈവം എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം അത് ഫ്യൂച്ചറിനെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പണ്ടത്തെ ഫിലോസഫിക്കലി ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി മനസ്സിലാക്കാനും ഒരു മനുഷ്യനുണ്ട്, അവൻ്റെ ക്വാളിറ്റി എന്താണ്, ഒരു മനുഷ്യൻ്റെ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടിനെയും മൊത്തത്തിലുള്ള ആൾക്കാരുടെയും എല്ലാ രീതിയിലുള്ള എന്ത് പറയാം,
ഒരു അറിവിനെയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് ലോകത്തുള്ള എല്ലാ മതവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ജ്യോതിഷത്തിൽ 12 രാശികളുണ്ടെന്ന്, സോഡിയക് സയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 12 രാശികളാണ് ജ്യോതിഷത്തിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ക്രിസ്ത്യൻസ് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം. അത് മാത്രമല്ല, കലിയുഗത്തെ പറ്റി നമ്മുടെ ഈ പുതിയ തലമുറ ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്ന സമയത്ത്, നമ്മുടെ ടെക്നോളജിയൊക്കെ വളർന്ന് നമ്മുടെ സൊസൈറ്റി നശിക്കുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മിത്തോളജിയിൽ കൽക്കി എന്ന് പറയും, ക്രിസ്ത്യൻസിൽ എന്തോന്ന് പറയും, ലൂസിഫർ എന്ന് പറയും, മുസ്ലിംസിൽ ഇബ്ലീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് മതങ്ങൾ കണക്റ്റ് ആവുന്നത് പല കാര്യങ്ങളിൽ. ഇപ്പോൾ ഇതൊക്കെ കൃത്യമായി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിന് ഈ എല്ലാ വേദപുസ്തകങ്ങളും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണക്ഷൻ നമുക്ക് ഇതിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചു നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല, പക്ഷേ എനിക്ക് കേട്ട നോളജ് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല കണക്ഷൻസും ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഞാനിന്ന് പറയുമ്പോൾ അർത്ഥനാദീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർത്ഥനാദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും, ക്രിസ്ത്യൻസിൽ ആദവും ഹൗവയും എന്ന് പറയും. അതുപോലെ തന്നെ ഹിന്ദു മിത്തോളജി ശിവനും പാർവതി എന്നും പറയും. കാരണം ഇപ്പോൾ നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ലഗ്നത്തിൽ നിന്ന് മേഴഭാവത്തിലോട്ട് നോക്കുന്ന സമയത്ത് അവിടുത്തെ പ്ലാനറ്ററി പ്ലേസ്മെൻറ്റിൽ 7ാമത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലാത്ത ക്വാളിറ്റി, നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ക്വാളിറ്റി ഇല്ലെങ്കിൽ തന്നെ നമ്മളെന്തോ നമ്മൾക്കുള്ളൊരു വീക്ക്നെസ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം 7ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കും. അപ്പോൾ 7ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം, പങ്കാളി, പൊതുസമൂഹമായിട്ടുള്ള ഇടപെടൽ, ഇതിനെയൊക്കെയാണ് 7ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അർദ്ധനാഡീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു പുരുഷന് സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നുള്ളൊരു മനുഷ്യജീവി ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പുരുഷൻ്റെ ദേഹത്ത് ഒരു സ്ത്രീണതയും ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അർത്ഥനാഡീശ എന്ന് പറഞ്ഞ 2 ക്യാരക്ടറാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശിവനും പാർവതി എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആദവും ഹവവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇനി ഒരു പാർട്ട്ണർ വരികയാണെങ്കിൽ അത് നമ്മളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ അർത്ഥനാഡീശ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതാണ്, ബാലൻസ് ചെയ്യുക എന്നുള്ള സംഭവത്തിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഒരു ഭർത്താവ് അയൽവക്കക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. അവിടെ അഗ്രഷൻ കൂടുതലാണ് അവർക്ക്, കാരണം അഗ്രഷൻ കൂടുതലാണ്, അതുകൊണ്ട് അവർ അടി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഭാര്യ പറയും, ചേട്ടാ നിങ്ങൾ പോവല് പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ക്വാളിറ്റിയാണ് അവിടെ ഉള്ളത്. കാരണം ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പം ഭർത്താവിൻ്റെ എടുത്തുചാട്ടത്തിനെയും അതിന് തന്നെ മുൻകോപത്തിനെയും അതുപോലത്തെ പല കാര്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പാളിച്ചകളെയും എല്ലാം ഈ പറഞ്ഞ ഭാര്യ ഒന്ന് സോൾവ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു പാർട്ട്ണർ അവിടെ ഹെൽപ്ഫുള്ളായി അഡ്വഞ്ചറായിട്ടുള്ള എല്ലാ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വൈഫ് ഇതേപോലെ പറയും, നിങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. ഇനി നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. നമുക്ക് ചൊവ്വാദോഷം നമ്മൾ കഴിഞ്ഞ അസ്ട്രോളജിയിൽ. അപ്പോൾ ചൊവ്വാദോഷം പല രീതിയിലുണ്ട്, പക്ഷേ ചില ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു പവർ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഗ്രഷൻ കുറവ് അല്ലെങ്കിൽ തന്നെ ഒരു ഊർജ്ജസ്വലത കുറവ്, ഒരു പവർ കുറവുള്ള പുരുഷന്മാർക്ക് വരാൻ പോകുന്നത് ആ പൊസിഷനെ കാട്ടിയും പവറുള്ള ഭാര്യയായിരിക്കും വരാൻ പോകുന്നത്. ഇത് ജ്യോതിഷത്തിൽ ഞാൻ പല പ്രാവശ്യം കണ്ടു. അത് ചൊവ്വാദോഷം എന്നൊക്കെ നമ്മൾ പറയാൻ സാധ്യതയാണ്, നമ്മൾ പറയും. അത് വളരെ കൂടിയ ചൊവ്വാദോഷമാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ കാട്ടിയും കൂടുതൽ ശാരീരികപരമായി മാനസികമായി ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഭാര്യ വരിക. ഇത് സ്ത്രീകളിൽ നടക്കും, അത് നിങ്ങൾ ആലോചിച്ചേക്കണം. പുരുഷൻ ആ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ത്രീയിലോട്ട് അത് വരും. അപ്പോൾ ഈ സ്ത്രീ എന്തോ ചെയ്യുന്നത് ഇത് ഇങ്ങനെ കണക്റ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈലി ശ്രേണത കുറവുള്ള സ്ത്രീകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന പുരുഷന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേണതയുള്ള പുരുഷന്മാരെ തന്നെയാണ്. അത്യാവശ്യം ക്യൂട്ട്നെസ് വായി വിതറുന്ന പുരുഷന്മാരെയൊക്കെ തന്നെയാണ് ഇവർക്കിഷ്ടം. അല്ലാതെ അവിടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, മനസ്സിലായി? കാരണം ഭയങ്കര ടെസ്റ്റ് ഹോർമോണും അത്യാവശ്യം ടെസ്റ്റ് ഹോർമോണിൽ അതുപോലെ അത്യാവശ്യം ഒരു അഗ്രഷനൊക്കെ ഉള്ള പെൺകുട്ടികൾക്കൊക്കെ
ഇങ്ങനത്തെ ഒരു ആൺകുട്ടിയാണ് ഇഷ്ടം, മനസ്സിലായില്ലേ? അവർക്ക് അങ്ങനത്തുള്ള ആൺകുട്ടിയുടെ ഇഷ്ടം തോന്നത്തുള്ളൂ. കാരണം അതാണ് സെക്ഷുവാലിറ്റി, മനസ്സിലായില്ലേ? തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു അത്യാവശ്യം ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലിയും ഫിസിക്കലി അത്യാവശ്യം വീക്കായിട്ടുള്ള ഒരു പൊസിഷന് അവന് അട്രാക്ഷൻ തോന്നുന്ന ഒരു പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തെറി വിളിച്ച് അതിന് തന്നെ 2 തെറി കേട്ടാലേ ഇവന് ലൈംഗിക ആവശ്യമാണ് തോന്നത്തുള്ളൂ. അങ്ങനത്തെ സ്ത്രീകളായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ബാലൻസിങ് ആണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. ഇതാണ് നമ്മൾ പറയുന്നത്, അതാണ് നമ്മൾ അർത്നാഡീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷവുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു തത്വമാണ്, ജ്യോതിഷവുമായി കണക്ട് ചെയ്ത തത്വമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങളുടെ ലൈഫിൽ വൈഫ് വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ തന്നെ അത് വരികയാണെങ്കിൽ ആ വൈഫിലൂടെ നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങൾക്ക് എന്താണോ കുറവുള്ളത് ആ കുറവ് പരിഹരിക്കാനാണ് ആ ഭാര്യയിലൂടെ വരുന്നത്. അപ്പോൾ ഈ ഭാര്യയും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആകും, മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു പൂർണ്ണതയ്ക്ക് എത്തും. പൂർണ്ണത ഈ നമുക്ക് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ്. ഇപ്പോൾ ശിവനും പാർവതി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെ നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ, ശിവൻ പാർവതി ബ്രേക്കപ്പായി പോയപ്പോൾ ശിവനുണ്ടായ ഡിപ്രഷൻ. അപ്പോൾ ഹിന്ദു മിത്തോളജി പറയുന്ന കാര്യത്തിന് ശിവൻ അവിടെ ഒരു പൂർണ്ണതയില്ല, സ്വന്തം മംഗള പൂർണ്ണത ഇല്ല എന്നാണ്. അപ്പോൾ പൂർണ്ണത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ആണ്. ഇതാണ് സംഭവം, മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ടോട്ടൽ, അപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആസ്ട്രോളജി പ്ലാനറ്ററി പ്ലേസ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ പുരുത്തം നോക്കുന്നത്. ഓക്കെ, പുരുത്തം നോക്കുന്നതിലും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആസ്ട്രോളജി വിശ്വാസമില്ലെങ്കിൽ, നിങ്ങൾ എന്തോ എത്തിച്ചാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായിട്ടുള്ള ടൈം, നിങ്ങൾ ജനിച്ച ടൈം കൃത്യമായി ടൈപ്പ് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ടൈപ്പ് ചെയ്ത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് തരാം. ആസ്ട്രോളജി എന്ന് പറയുന്ന സംഭവം സത്യമാണ്, അത് കള്ളമല്ല, അത് സയൻസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് തരാം. അത് എത്ര വ്യത്യസ്തമെന്ന ശരി ഞാൻ തെളിയിച്ച് തരാം, എനിക്ക് റെഡിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ ഐ ഡി ഇട്ടില്ല, അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനി വരാൻ പോകുന്ന കാര്യം, അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം എന്ന് വെച്ചാൽ അതിന് നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ പറയുമ്പോൾ പാമ്പിനെ പറ്റില്ല. എന്താണ് സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറുമായി ബന്ധമുണ്ട്. ഈ സ്നേക്കിനെ ഉപമിക്കുന്നത്, ഹിന്ദു മിത്തോളജിയിൽ ഉപമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ രാഹു ആയിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ തലയെ, മനസ്സിലായില്ലേ? രാഹു ആയിട്ട് ഉപമിക്കും. ഓക്കെ, പാമ്പിൻ്റെ വാലിനെ കേതുവായിട്ടും പറയും. അപ്പോൾ പാമ്പെന്ന് പറയുന്നത് എന്തോന്നാണ് ജ്യോതിഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. നമ്മുടെ മുന്നോട്ട് ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. നമുക്കുണ്ടാവുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വികസനത്തിനെയാണ്. ഈ വികസനത്തിനെയാണ് നമ്മൾ ഈ പാമ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹിന്ദു മിത്തോളജിയിൽ. ഇതെങ്ങനെയാണ് ഫ്യൂച്ചറിൽ വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എലോൺ മസ്കിൻ്റെ കാര്യം എടുത്ത് പറയാം. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ചില്ലാത വ്യക്തിയൊന്നുമല്ല. എലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയൊരു ആളാണ്. ഈ ലോകത്ത് എലോൺ മസ്കിനെ കാട്ടിയും മുകളിൽ നിൽക്കുന്ന ഒരുത്തനും ഈ ലോകത്തില്ല. ഇത് എത്ര ഒരു ഇന്ത്യൻ പ്രധാന ആരായാലും ലോകത്ത് എത്ര വലിയ രാജ്യമായിരുന്നാലും ശരി, എത്ര വലിയ ആളായിരുന്നാലും ശരി, എലോൺ മസ്കാണ് ലോകത്ത് ടോപ്പായി നിൽക്കുന്നത്. എത്ര കോടീശ്വരനും ശരി. കാരണം ഈ ലോകത്തിൻ്റെ സാമ്പത്തിക ശേഷിയും ഡെവലപ്മെൻറ്റും ഈ ലോകം എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നത് എലോൺ മസ്കിൻ്റെ കമ്പനിയാണ്, മനസ്സിലായില്ലേ? XAI എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മനുഷ്യന്മാർ വേറെ നൂൽപ്പാവുകളായിട്ട് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂൽപ്പാവകൾ പോലെ നിൽക്കും. എലോൺ മസ്കിൻ്റെ ആട്ടത്തിലൊട്ടം ചാടുന്ന ഒരു നൂൽപ്പാവ പോലെയാണ് ഇനി മനുഷ്യന്മാർ. ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് വളരെ വലിയ ശക്തിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എലോൺ മസ്കും ഈ പറയുന്ന പോലെ മഹാഭൈരവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി എലോൺ മസ്കിൻ്റെ കാര്യം. എലോൺ മസ്കിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുരുകനായിട്ടാണ്. ഹിന്ദു മിത്തോളജിയിൽ മുരുകനുമായിട്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മുരുകൻ എന്ന് പറയുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എലോൺ മസ്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണാറുണ്ട് ശിവൻ്റെ കഴുത്തിൽ പാമ്പ്. നമ്മൾ കാണാറുള്ള കാര്യമാണ് ശിവൻ്റെ കഴുത്തിൽ പാമ്പ്.
ശിവൻ്റെ കഴുത്തിലാണ് പാമ്പിരിക്കുന്നത്. ഇനി മുരുകൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുരുകൻ എന്തോന്നിയത് കാലിൽ ചവിട്ടി പിടിക്കും പാമ്പിനെ, മനസ്സിലായി, കാലിൻ്റെ അടിയിൽ ചവിട്ടി പിടിക്കും. അങ്ങനെ മയിലിൻ്റെ ചില പ്രതിമകളിൽ മയിലിൻ്റെ കാലും പാമ്പിനെ ചവിട്ടി പിടിക്കാറുണ്ട്. എന്തായാലും ചവിട്ടിയാണ് പിടിച്ചിരിക്കുന്നത്, ആരാണ്? മുരുകൻ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ വളർച്ചയെ പറ്റിയാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാണ് ഈ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻഡ് ഓഫ് ദ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് നമുക്ക് പറയാം. പുരോഗമനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനെ എൻഡ് ചെയ്യുന്ന ഈ ലോകത്ത് കൺട്രോൾ ചെയ്ത് നശിപ്പിക്കുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് കാളിയാമർദ്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു സിംബോളിസം ഹിന്ദു മിത്തോളജിയിൽ കാണിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ഈ ദൈവങ്ങളെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ തന്നെ മുരുകൻ എന്ന് പറഞ്ഞ വ്യക്തി, ശിവൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇങ്ങനത്തുള്ള ദൈവങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഇങ്ങനത്തുള്ള ദൈവങ്ങളൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കൊച്ചി ടി വി ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ കാണത്തില്ല, സ്പൈഡർമാൻ, സൂപ്പർമാൻ, അതുപോലെ ഉണ്ടാക്കിയെടുത്തൊരു കഥാപാത്രമാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ജസ്റ്റ് ഒരു കഥാപാത്രമാണ് ഈ ദൈവങ്ങളെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ സത്യം എന്ന് പറയുന്നത്, മനസ്സിലായില്ല? അല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ദൈവമുണ്ടെന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഓക്കെ. ഇപ്പോൾ ചില കുട്ടികൾ കാർട്ടൂൺ കാണുമ്പം ആ കാർട്ടൂണിൽ പറയും നിങ്ങൾ അമ്മയും അച്ഛനെ ബഹുമാനിക്കണം, നല്ല ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചില കാർട്ടൂണിലൊക്കെ കാണിക്കുമ്പോൾ പിള്ളേർക്ക് ആ കാർട്ടൂണിൻ്റെ റെപ്രസെൻറ്റേഷനിലൂടെ അവർക്ക് മനസ്സിലാവുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് സ്പൈഡർമാനും സൂപ്പർമാനും ബാറ്റ്മാനും പോലെ ഉണ്ടാക്കിയ ക്യാരക്ടറിസ്റ്റിക്കാണ് ഈ യേശു ആയിരുന്നാലും ശരി തന്നെ, ഈ ഹിന്ദുവിലുള്ള എല്ലാ ദൈവങ്ങളായാലും ശരി തന്നെ, മനസ്സിലായി? ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റാണ്. പണ്ടത്തെ ഇതാർക്കും മനസ്സിലാവുന്നില്ല, അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം. ഇനി ഫസ്റ്റ് നമുക്ക് ശിവനിലോട്ട് തുടങ്ങാം. ശിവൻ്റെ കഴുത്തിൽ പാമ്പിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവൻ്റെ കഴുത്തിൽ പാമ്പിരിക്കുന്നത് എന്തിനാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസ്മെൻ്റാണ്, മനസ്സിലായില്ലേ? അത് പുരോഗമനം ഒരു പതിയെ ഡെവലപ്പാവുന്ന സിംബോളിസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ കഴുത്തിൽ പാമ്പിരിക്കുന്നു. അത് ശിവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയാണ്, മനസ്സിലായില്ലേ? ഭൂമിയായിട്ടാണ് നമ്മൾ കാണാനുള്ളത്. അപ്പോൾ ശിവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, ഈ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിനെ താങ്ങി നിർത്തുന്ന ഈ ഭൂമി, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഭൂമി എന്ന് ഞാൻ പറയാം. പക്ഷേ ഈ ശിവൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ അത്രയ്ക്ക് ഉറപ്പ് പറയുന്നത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ തെറ്റ് പറ്റാം, ഞാൻ ഇപ്പോഴും പറയുകയാണ്. പക്ഷേ ഇതാണ് സംഭവം, ഇതാണ് തത്വം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇനി നമുക്ക് മുരുകനിലോട്ട് പോവാം. ഓക്കെ, മുരുകനും കൃഷ്ണനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം മുരുകനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജികളെ മുരുകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിൻ്റെ ദൈവമെന്നാണ് പറയുന്നത് ഹിന്ദു മിത്തോളജി. അറിവ്, നോളജ് അതിനെയൊക്കെയാണ് മുരുകനെന്ന് പറയുന്നൊരു ദൈവത്തെ കൊണ്ട് സൂചിപ്പിക്കണേ. ഈ അറിവാകുന്ന ഈ സംഭവത്തിനെ, മനസ്സിലായില്ലേ, ഈ നമ്മുടെ പുരോഗമന ടെക്നോളജിയെ പിടിച്ചു നിർത്തുക. ഇവിടെയാണ് നമ്മൾ എലോൺ മസ്കിൻ്റെ കാര്യം പറയുന്നത്. എലോൺ മസ്ക് എന്താണ് ചെയ്യുന്നത്? പുള്ളിയുടെ അറിവും നോളജും എല്ലാം കൊണ്ട് തന്നെ പുള്ളിയുടെ സ്വാധീനത്തിൽ ഈ പറയുന്ന ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു, അറിവിലൂടെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ മുരുകൻ എന്താണ് ചെയ്യുന്നത്? ചവിട്ടി പിടിക്കുകയാണ് ചെയ്യുന്നത് പാമ്പിനെ. അപ്പോൾ അറിവിൻ്റെ പവർ കൊണ്ട് തലമുറയെ പിടിച്ചു നിർത്തുക, ഈ പറയുന്ന നമ്മുടെ ഫ്യൂച്ചറിനെ പിടിച്ചു നിർത്തുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പിടിച്ചു നിർത്തുക. അതാണ് മുരുകനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എലോൺ മസ്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മുരുകനും എലോൺ മസ്കും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാമ്പിൻ്റെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് പാമ്പിരിക്കുന്നത് കൃഷ്ണൻ്റെ വർദ്ധനം, കാളിയമർദ്ദനം. പാമ്പിൻ്റെ മുകളിൽ കയറി കൃഷ്ണൻ ഡാൻസ് കളിച്ചിട്ട് ആ പാമ്പിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി? കൊല്ലുകയാണ് ചെയ്യുന്നത് അവിടെ.
കൊല്ലുക മീൻസ് അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ യുഗം തുടങ്ങും. അങ്ങനെ സംഭവിക്കണം. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക, ഒരു എൻഡ് ഇടുക, ഈ ഫ്യൂച്ചറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറ നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറായിട്ട് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോകത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രകൃതി നശിച്ചു പോകും, ഓക്സിജൻ കിട്ടത്തില്ല. എലോ മസ്കിന് ചൊവ്വയിൽ പോകാൻ നിൽക്കുകയാണ്, എല്ലാവരും ചന്ദ്രനിലോട്ടൊക്കെ എല്ലാവരും കൊണ്ടുപോകാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം അറിയാൻ പോവുകയാണ്. പ്രകൃതിയിൽ ചെടികളൊന്നും ഇനി കാണത്തില്ല, അതേപോലെ മരുഭൂമി ആകാൻ പോവുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ അതുപോലെ വയലൻസ് കൂടും, ഒടുക്കത്തെ വയലൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കലിയുഗത്തിൽ അത് മാത്രമല്ല, കൃഷ്ണൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞത് ഈ കലിയുഗത്തിനെ പറ്റി കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനാണ്. അപ്പോൾ തലമുറ നമ്മൾ ആലോചിക്കണം. ആദ്യം സ്റ്റാർട്ടിങ് ശിവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് മുതിർന്ന ആൾ, ബാക്കിലോട്ടുള്ള ഒരാൾ, മനസ്സിലായി? ശിവൻ. അത് കഴിഞ്ഞിട്ട് മുരുകൻ, ശിവൻ്റെ മോനാണ് മുരുകൻ. അത് കഴിഞ്ഞിട്ടാണ് മുരുകനെ കാട്ടിയും ഒരുപാട് നാൾ കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംബോളിസം, ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ തുടക്കം പാമ്പിൽ കഴുത്തിൽ ശിവൻ്റെ ചുറ്റിയിരിക്കുന്നു. അത് കഴിഞ്ഞ് മധ്യനിരയിൽ മുരുകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോ മസ്ക്, മുരുകനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ലോകം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിലാണ് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന പോലെ ഹിന്ദു മിത്തോളജി പറയുന്നത് ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ നശിച്ച് വീണ്ടും പഴയതുപോലെ ആത്മീയയിലോട്ട് മനുഷ്യന്മാർ പോകുമെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, അപ്പോൾ കൃഷ്ണനാണ് പറയുന്നത്. കൃഷ്ണൻ അന്ന് മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ കൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. കാരണം അവസാനം ഈ കലിയുഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി നമ്മൾ കാണാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന്മാർ പ്രഡിക്റ്റ് ചെയ്ത് കൃഷ്ണൻ പറയുന്നുവെങ്കിൽ ഈ കലിയുഗം ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത് ആരാണ്? കൃഷ്ണനാണ്. ഇതാണ് സംഭവം. കൃഷ്ണൻ എന്ന് പറയുന്ന ആളപ്പം മരിച്ചു പോകും. അപ്പോൾ കൃഷ്ണൻ്റെ വേറൊരു അവതാരമായ കൽക്കി എന്നാണ് നമ്മൾ പറയുന്നത് എൻഡിങ് ടൈമിൽ വരാൻ പോകുന്ന ആൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കി നമുക്കറിയാം, ഹിന്ദു മിത്തോളജിയിൽ കൽക്കി, ക്രിസ്ത്യൻസിൽ പറയുകയാണെങ്കിൽ ആര് പറയും? ലൂസിഫർ, മുസ്ലിമിൽ പറയുകയാണെങ്കിൽ ഇബലീസ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് നമ്മൾ പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു വ്യക്തി വരുമെന്ന്, ഈ ലോകത്തിനെ മൊത്തത്തിൽ രക്ഷകനായിട്ടൊരു വ്യക്തി വരും എന്നല്ല നമ്മൾ അങ്ങനെയല്ല നമ്മളിത് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജി മൊത്തത്തിൽ എൻഡ് ചെയ്യുന്ന, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൊത്തത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു ആശയം വരും. നമ്മുടെ അത് പോയിട്ട് നമ്മുടെ പ്രകൃതി പഴയതുപോലെ ആക്കിയെടുക്കാനുള്ള പുതിയ പുതിയ പ്രോഗ്രാംസ് വരും. ഓക്കെ, ഈ ഇപ്പോഴത്തെ ടെക്നോളജി കൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന മോശമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു ടെക്നോളജി ഇവിടെ ഉണ്ടാകും. ടെക്നോളജി അല്ല, അതിനൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കാനുള്ളത്. വേറെ ഒരു രീതിയിൽ നമ്മളിത് മനസ്സിലാക്കാൻ പാടില്ല. അല്ലാതെ വേറൊരു വ്യക്തി വരുമെന്നല്ല. ഓക്കെ, നമ്മുടെ ഈ ടെക്നോളജി കൊണ്ടുണ്ടാകുന്ന അധികമായ വലിയ വലിയ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ളൊരു എന്താ രീതിയിലുള്ളൊരു സംഭവം നടക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കാനുള്ളത്. അപ്പോൾ ഈ സംഭവത്തിനെയാണ് വേറെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയിലോട്ട് ചുരുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതഗ്രന്ഥങ്ങൾ ഒരു വ്യക്തിയോട്ട് ചുരുക്കുന്നു. ഇത് കഴിഞ്ഞ ഉടനെ സാധാരണ സത്യയൂഹമായിട്ടൊക്കെ അങ്ങ് വരും, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ആത്മീയതോട്ട് ആൾക്കാർ പോകും കൂടുതൽ. അപ്പോൾ ഈ പ്രസൻറ്റിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ആസ്ട്രോളജി പരമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും അതേപോലെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് തൊപ്പി ആയാലും എലോൺ മസ്ക് ആയാലും ഇത് തന്നെ ഇങ്ങനത്തെ പല ആൾക്കാരും നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഒരു സായി പോപ്പി അങ്ങനത്തെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. മോഹൻലാൽ കലാകാരനാണ്, മമ്മൂട്ടി കലാകാരനാണ്. അപ്പോൾ ഇവരറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഫ്യൂച്ചർ പോകുന്ന ട്രാക്കിലോട്ട് ട്രെൻഡിങ് അനുസരിച്ച് ഇവർ പോയി, ട്രെൻഡിങ്ങിൽ പോകുന്ന രീതിയിലോട്ട് അവർ എത്തി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടം പോകുന്നത് ഒരു പ്രത്യേക ട്രെൻഡിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റീൽസ് ആയാലും ഒരു ട്രെൻഡിലൂടെയാണ്. അപ്പോൾ ട്രെൻഡിലൂടെ ഫ്യൂച്ചറിസ്റ്റായിട്ട് സഞ്ചരിക്കുക. ഓക്കെ, ഫ്യൂച്ചറിസ്റ്റായിട്ട് ഇനി നമ്മുടെ ഭാവിയിൽ
നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് അബ്ദുൽ കലാം എന്താണ് ചെയ്തത്? അബ്ദുൽ കലാം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് അബ്ദുൽ കലാം ചെയ്യുന്ന ഒരു പരിപാടി പ്ലെയിനിൽ പോവുക എന്നാണ് അബ്ദുൽ കലാമിൻ്റെ ലക്ഷ്യം. മുകളിലോട്ടൊക്കെ ഇങ്ങനെ വിമാനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അബ്ദുൽ കലാമിന് ആവശ്യം. അതുകൊണ്ട് അബ്ദുൽ കലാം എന്തോ ചെയ്തിട്ടുണ്ട്, ഒരു മിസൈൽ മാൻ ആയിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അടുത്ത തലത്തിലോട്ട് എടുത്തുകൊണ്ട് പോയി. അതുപോലെ അബ്ദുൽ കലാം എടുത്തുകൊണ്ട് പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാലും എന്തോന്നാണ്, യാഹു എന്ന് പറഞ്ഞ ഗ്രഹമാണ് സ്വാധീനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അബ്ദുൽ കലാം അങ്ങനെ എത്തിയത് കൊണ്ടാണ് അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വലിയൊരു ഫേമസ് ആയ ആളായതും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയതും ഈ ലോകത്തെ ഡിഫൻസ് സിസ്റ്റം ആയതും. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന അബ്ദുൽ കലാം നമ്മുടെ ഈ കാലചക്രം മീൻസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന യുഗം, ഇപ്പോൾ കലിയുഗമാണല്ലോ. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ ബേസിക് ട്രെൻഡാണ് എന്താണ് ഇപ്പോൾ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 20 വർഷം മുമ്പ് നിങ്ങൾ AI ആയിട്ടാണ് ബന്ധപ്പെട്ട് നിങ്ങൾ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ ചൊവ്വയിലോട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തോ നീങ്ങുന്നത് വലിയ ഫേമസ് ആകുമായിരുന്നു. ഇനി നിങ്ങൾ 20 വർഷം മുമ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ആവാം, സോഷ്യൽ മീഡിയയുടെ എങ്ങനെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോയിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്തോ നീങ്ങുമായിരുന്നു, ഒരു വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി നിങ്ങളിവിടെ മാറുമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ട്രെൻഡിങ് അല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് അല്ല, ഇപ്പോൾ AI ആണ് ട്രെൻഡിങ്. അപ്പോൾ ഇനി AI ആയിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സെറ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനൊരു കാര്യം പറയും, നമ്മുടെ ഈ ഒരു ചെറിയൊരു പയ്യുണ്ട്, രാഹുൽ എന്ന് പറയും. രാഹുൽ എന്ന് പറയുന്ന ചെറിയ കണ്ണാടിയൊക്കെ വെച്ച പയ്യുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പയ്യനാണ്. പക്ഷേ അവൻ പോകുന്ന പാത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലചക്രത്തിനനുസരിച്ചാണ് ഈ പയ്യൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പയ്യൻ അങ്ങനെയാണ് പോകുന്നത്. AI ഒക്കെ പറ്റി വീഡിയോ ഒക്കെ പറയും, ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ഈ പയ്യനാണ്. മനസ്സിലായത്? നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയേക്കാണ് രാഹുൽ എന്നാണ് ആ പയ്യൻ്റെ പേര്, രാഹുൽ. അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ തന്നെ ആ പേജിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. പേജിൽ തന്നെ ഈ കുട്ടിയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബന്ധം കണക്റ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ പറയുള്ളത്. അപ്പോൾ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇനി നമ്മൾ ചിന്തിക്കുള്ള അടുത്ത് ചൊവ്വയിലോട്ട് പോകുന്ന കാര്യം, ചന്ദ്രനിലോട്ട് പോകുന്ന കാര്യം, അല്ലെങ്കിൽ തന്നെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇനി നടക്കാൻ പോകുന്ന ആ മേഖലയിലോട്ട് നമ്മളെ ചിന്ത ഇപ്പോഴേ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളാണ്. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. പണ്ട് അബ്ദുൽ കലാം സക്സസ് ആയതുപോലെ ലോകത്ത് വലിയ സക്സസ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ സക്സസ് ആകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ വെറുതെ പറഞ്ഞ ജ്യോതിഷപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുള്ളാവും. ഈ കാരണം നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുള്ളാവും. അപ്പോൾ ഈ ജ്യോതിഷപരമായിട്ടുള്ള കിട്ടിയ അറിവ് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പഠിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അതുകൂടെ ഞാൻ ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായി? അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് വരുന്ന ഒരാളാണ്. ആ സമയത്ത് ഒരു പാമ്പ്. അപ്പോൾ പാമ്പെന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ടെക്നോളജി, ഫ്യൂച്ചറിസ്റ്റിക്, അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, ഫാസ്റ്റ്. രാഹു എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഫാസ്റ്റ് സഞ്ചരിച്ചുകൊണ്ട് ലോകം, ഇതിനൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പും രാഹുവും തമ്മിൽ കണക്ഷനുണ്ട്. പാമ്പിനെ തന്നെയാണ് ആസ്ട്രോളജിയിൽ രാഹു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാഹുവിനെ ചവിട്ടി ഡാൻസ് മർദ്ദിച്ച് നശിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ അവതാരമായ കൽക്കി വന്ന് ലാസ്റ്റ് എന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മതങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുന്നത്. മതങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇങ്ങനെയാണ്. മതങ്ങളും ആസ്ട്രോളജിയുമായി കണക്ഷനുണ്ട്. മതങ്ങളും ആസ്ട്രോളജിയുമായി താരതമ്യം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു സംഭവമാണ് ഈ മഹാഭാരതമായാലും രാമായണമായാലും ബൈബിളായാലും ഖുറാനായാലും എന്തായാലും അത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ വേറെ ഈ ഒരു തത്വം, ഇതിലുള്ള ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ദൈവമുണ്ടെന്നും അതൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആ ഒരു കഥാപാത്രത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് നമ്മൾ തലച്ചോറിൽ കയറ്റാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത സംഭവം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ. ഓക്കെ.